ഏറെ നാളുകൾക്ക് ശേഷം എൻ്റെ മനയിലേക്ക് രണ്ട് വേട്ടാവളിയത്തിമാർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾ പല ആൾക്കാരും കണ്ടു കാണും. ഈ മലൻ ടിവിയുടെ നിത്യ സന്ദർശകയായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു സാധനമുണ്ട്. ഇപ്പോഴും മുസ്ലിം നാമം വെച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ട് ഇവിടുത്തെ ഒരു മതത്തെക്കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുന്ന സ്ത്രീകൾക്ക് പോലും അപമാനമായിട്ടുള്ള സ്ത്രീ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കൊള്ളാത്ത ഒരു വൃത്തികെട്ട കൂതറ മുസങ്കണി ഇവിടെ ചില സമയത്ത് തലയെ തട്ടവിടും, ചില സമയത്ത് തലയെ തട്ടം പോലും ഇല്ലാതെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കുരയ്ക്കുന്ന നിങ്ങൾ കാണാം. പക്ഷെ മലൻ ടിവിക്കകത്ത് വരുമ്പം ഇവിടെ തട്ടമൊക്കെ ഇട്ട് വളരെ അതവും കുരുത്തത്തിലേക്ക് ഇരുന്നുകൊണ്ടാണ് തെമ്മാടിത്തരം പറയുന്നത്. ഇവർക്കെതിരെയൊന്നും ഈ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക നേതാക്കന്മാരാരും രംഗത്ത് വരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ TG എന്ന് പറയുന്ന ഒരു വിഷജീവി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയ്ക്കെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. അയാൾക്കെതിരെ കേസെടുക്കുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടു. അറസ്റ്റും ഒരു പുല്ലും നടക്കത്തില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ ഈ വൃത്തികെട്ട ഈ കൂതറ ഇവിടെ പലരും ടീച്ചർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെ പണ്ട് ഏതോ മദ്രസയിലേക്ക് ഓദിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ അണ്ടിമുക്ക് ശാഖയിലെ നിത്യ സന്ദർശകയും അവിടെ വേറെന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം തരം ഫ്രോഡാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു പ്രസ്താവന നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൽ മൃഗഭോഗമുണ്ട്. ഒരു സ്ത്രീക്ക് പട്ടിയിൽ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ മതം പറയുന്ന ഗ്രന്ഥമാണ് ഇസ്ലാം. അപ്പൊ ഏതോ കൊടിച്ചിപ്പട്ടിയിൽ ഏതോ തെരുവ് നായിക്ക് ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ ചില കൂതറകൾ വന്നിട്ട് നടുറോഡിൽ നിന്ന് കുരയ്ക്കും. ആ കുരയ്ക്കുമ്പോൾ അതിന് ആ ഒരു ലാഘവത്തോടുകൂടിയാണ് ഇവിടുത്തെ ഈ സമുദായത്തിൽപ്പെട്ട മത നേതാക്കന്മാർക്കാണ്. പക്ഷേ ഈ പറഞ്ഞൊരു പ്രസ്താവന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആണോ ഇതര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചോ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയാൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്താവും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം ഇവിടെ വന്ന് എന്തും ആർക്കും പറയാം. ഈ മതത്തെ എന്ത് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയാം എന്നുള്ളൊരു ലൈസൻസ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരുത്തിയുണ്ട്, ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തെണ്ടിത്തരങ്ങളും കൂതറകളും കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഇവൾ കേക്ക് കട്ട് ചെയ്തു. ഇപ്പോൾ ഇവൾ പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാൽപ്പായസം വെച്ചുകൊണ്ട് നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുക. ആരുമായിട്ടാണ് പോകുന്നത്? അരണേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ അല്ല, അവളുടെ കസിൻ ബ്രദർ എന്നാ പറയുന്ന. 24 മണിക്കൂറും ഒരു ബ്രദർ ഒരു സഹോദരിയോട് കാണിക്കാൻ പാടില്ലാത്ത സകലമാന കുൽസിത പ്രവർത്തികളും ചെയ്തുകൊണ്ട് നടക്കുന്ന ഇവളെപ്പോലുള്ള പുഴുത്തതിനൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ 7 അയലത്ത് കയറ്റരുന്ന് ഞാൻ പല പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോടും സഹോദരികളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ വീണ്ടും ഇവരെ കയറ്റിക്കൊണ്ടിരിക്കുക. ഈ നാട്ടിൽ ഇവിടുത്തെ ഹൈന്ദവനെയും മുസൽമാനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്ഷുദ്രവാണങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്. പുള്ളി ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം ഇവള് ആ സഹോദരന് കൊടുത്ത മറുപടിയും അതിന് ആ സഹോദരൻ കൊടുത്ത മറുപടിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണാതെ പോലെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ അറിയിക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഈ ജസ്ന സലീം ഒരു പൊതു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവള് ഗുരുവായൂർ അമ്പല നടയിൽ പോയി കാണിച്ച ഓരോ പേക്കൂത്തുകളും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്നതാണ്. കേക്ക് കട്ടിങ്, മറ്റേ ബേക്കറിയില്ലേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഗുരുവായൂർ അമ്പലമാണ്. അങ്ങനെ പല തോന്നിവാസങ്ങളും ഇവൾ അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. പ്രകസനം മാത്രം. അവൾക്ക് കണ്ണന് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. വേറെ അവൾക്ക് ഈ ലോകത്ത് ഒരു ഫോട്ടോ വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ. അങ്ങനെ ഒരു മുസ്ലിം കുട്ടി വന്ന് കണ്ണനെ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ വിമർശനങ്ങൾ അവൾക്ക് കിട്ടിയപ്പോൾ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതുപോലത്തെ കാട്ടുമൊണ്ണകൾ വന്നിട്ട് ചെയ്യുന്നത് ഇപ്പം വെറും പ്രകസനങ്ങളും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന പരിപാടിയാണ് ഇവളുമാർ ചെയ്യുന്നത്. ഒരു അഭിപ്രായം വെച്ചിട്ട് ഇവളെയൊക്കെ പിടിച്ചിട്ട് രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് പിടിച്ച് അകത്തിടണം. കാരണം മതങ്ങളുടെ പേരിൽ തമ്മിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് അടിയുണ്ടാക്കുന്ന സ്വഭാവമാണ് ഇവളുമാർ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അമ്പലമായാലും പള്ളിയായാലും എവിടെയായാലും അവിടെ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവും. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുക, അതൊക്കെ അനുസരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ പോകാൻ പാടില്ല. ഗുരുവായൂർ അമ്പലം നടക്കാത്ത മുട്ട മിക്സ് ചെയ്ത കേക്കും കൊണ്ട് ഇവള് കേക്ക് കട്ടിങ് നടത്തി. അവിടെ തന്നെ ഇവളൊരു ഒരു വർഗീയത സാധനമാണ് ഉണ്ടാക്കിയത്. മതങ്ങളെ തമ്മിലടിപ്പിക്കുക. അതിന്റെ പേരിൽ എത്ര പേര് അന്ന് ഈ പറയുന്ന പോലെ മതങ്ങളുടെ ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായിരുന്നു കമന്റ് ബോക്സുകൾ ഓൺലൈനിൽ. ഇവളൊരാണായിരുന്നു ചിലപ്പോൾ വീട്ടിൽ കയറി ഇട്ടാന് ഇടി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വെറുതെ വിട്ടത്. പക്ഷെ ഇവളെ പോലെയുള്ളവളുമാര് വർഗീയത ഇട്ട് ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെ. ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് ഇവള് ദിനം പ്രതി കാണിക്കുന്ന പ്രകസനങ്ങൾക്ക് ഒരു തടയിട്ടേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. യു ആർ റൈറ്റ് ബ്രദർ. ഇതൊരു ഹൈന്ദവ സഹോദരനാണ്. ആ സഹോദരന്റെ വിശ്വാസവുമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ പവിത്രമായി കാണുന്ന ആ ക്ഷേത്രത്തിൽ ഇവളെപ്പോലുള്ള കൂതറകൾ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചാൽ അവർ പ്രതികരിക്കും അല്ലേ? ഞാൻ നിങ്ങളുടെ ഭാഗത്താണ് കേട്ടോ. നിങ്ങൾക്ക് വലിയൊരു സല്യൂട്ട്. നിങ്ങളുടെ കൂടെയാണ് ഞാൻ. കാരണം ഒരു മതത്തെയും അവരുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെയോ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ ആരിവിടെ പ്രവർത്തിച്ചാലും ശക്തമായി പ്രതികരിക്കാം.
ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ലവക്ക് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങ് കുരുപൊട്ടി വലിക്കാൻ തുടങ്ങി. പിന്നെ ഇവൾ പറഞ്ഞ ആ തെമ്മാടിത്തരത്തിന് അതേ നാണയത്തിൽ ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ. എടാ അതുലെ, നിന്റെ അച്ഛനെയാണ് അടിച്ച് ആശുപത്രിയിലാക്കിയത്. അമ്മ പറഞ്ഞില്ലയോ? ഓ, അമ്മ ആരാന്ന് വെച്ചിട്ട് പറയാ എന്ന് കരുതിയിട്ടായിരിക്കും. അതിലെ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ, അവളെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. എടാ അതുലല്ല, സോറി, സൗണ്ട് തോമേ. എന്തോ നമ്മൾ സൗണ്ട് തോമയൊക്കെ തന്നെ. പിന്നെ വേറൊരു കേസ്, സൗണ്ട് തോമ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു അംഗീകാരമായിട്ടാണ് തോന്നിയത്. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ അഭിനയിച്ച ഒരു പടമാണ് ഈ സൗണ്ട് തോമ. അതിൽ ആ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമസ്കാരം എടി പന്ന പട്ടി മോളെ ജസ്ന സലീമേ 13 തന്തയ്ക്ക് പറഞ്ഞവളെ എന്ന് തന്നെ നിന്നെ ഞാൻ വിളിക്കും. ഹെഡ്സെറ്റ് വെക്കാനും മറക്കണ്ട. കാരണം ഞാൻ ചിലപ്പോ എന്നല്ല, ഇവളുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും. എന്നാലും അധികം ഞാൻ വിളിക്കത്തില്ല, തായ് ഭൂമി വെച്ച് തെറി വിളിക്കത്തില്ല. ഇവളുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും. കാരണം ഇവർക്ക് തന്തയില്ലാത്ത ഒരു തീരെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ. കാരണം ഇവളെ തള്ളയെടുത്ത് ചോദിച്ചാലും ഇവളെ തള്ളയ്ക്ക് അറിയത്തില്ല അവർക്ക് തന്തയുണ്ടോ എന്ന്. കാരണം 10-14 കയറി ഇറങ്ങി പൊക്കിയാണല്ലോ. അങ്ങനെ ഉണ്ടായതാണല്ലോ ഈ ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് ഇവളെ തള്ളയ്ക്ക് പോലും അറിയത്തില്ല ഇവർക്ക് എത്ര തന്തമാരുണ്ടെന്ന്. അങ്ങനത്തെ ഒരു കാവടി മോളാണ്. ഏത് മോള്? തൃക്കാവടി, അമരാവതി, അടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഈ മോള്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷയം എന്താണെന്ന് നിങ്ങൾ അറിയണമല്ലോ. ഞാൻ വെറുതെ വന്നിരുന്നു അയാളുടെ തന്തയ്ക്ക് വിളിക്കത്തില്ലല്ലോ, നിങ്ങൾക്കറിയാം. ഓക്കെ, ഈ ജസ്ന സലീം മറ്റേ പായസം ഉണ്ടാക്കിക്കൊണ്ട് കെട്ടി എഴുന്നള്ളി ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിമർശിച്ചു. ഞാൻ പറഞ്ഞു മോളെ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞ് ജീത്തനെ വിളിച്ചില്ല ഇന്നലെ. ഇന്നാണ് ഞാൻ തെറി വിളിക്കാൻ തുടങ്ങിയത്. അതിന് അപ്പോ മര്യാദയ്ക്കും ഞാൻ വിമർശിച്ചു. ഇവള് മറ്റേ ഉണ്ടാക്കാനായിട്ട് അവിടെ പോയി മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്, അമ്മാതിരി ചെറ്റ പരിപാടിയാണ് ഇവള് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓപ്പൺ ആയിട്ട് ഞാൻ തുറന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ആൾക്കാർ മൊത്തം എനിക്ക് സപ്പോർട്ടാണ്. ഇത് കണ്ട ജസ്നയ്ക്ക് എന്ത് ചെയ്തു? കുരുപൊട്ടിട്ട് ഇവള് വീട്ടിലിരിക്കുന്നവരെ വിളിച്ച്. അപ്പൊ പിന്നെ നമ്മള് വായ് പൊത്തി മിണ്ടായിരിക്കാൻ മറ്റേ ശ്രീനാരായണ ഗുരു ഒന്നും അല്ല. എന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ 10 തിരിച്ച് വിളിക്കാതെ പോയി കഴിഞ്ഞാൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കും. അല്ലാണ്ട് എന്റെ മാന്യത കീപ്പ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ തന്തയില്ലാത്തവളെ, പല തന്തയ്ക്ക് പറഞ്ഞവളെ 10 പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആര്? ഞാൻ അങ്ങനെ വന്ന് ചാടി തന്നാണ് ഈ പറയുന്ന കടയാടി മോള്. ഓക്കെ, അങ്ങനെ 10 തെറി വിളിച്ചപ്പോൾ എന്റെ മനസ്സിന് എനിക്ക് ഒരു സമാധാനവും തൃപ്തിയുമായി, സന്തോഷം. അപ്പൊ കെട്ടി എഴുന്നള്ളി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉടുത്തൊരുങ്ങി അങ്ങോട്ട് ഇറങ്ങിക്കോളും കടയാടി മക്കള്, താന്തയ്ക്ക് പറക്കാത്തവള്. ഇവളെയൊക്കെയാണ് ആഴ്ച നൂത്തെടുത്ത് റോട്ടി എറിയേണ്ടത്. ഇനി ഇതിനുശേഷം ഞാൻ ഈ ആദ്യം കാണിച്ചില്ല വീഡിയോ, അത് ഞാൻ വിമർശിച്ച് അവളെ തന്തയ്ക്കോ തള്ളയ്ക്കോ ആർക്കും വിളിക്കാനുണ്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോ അവൾക്ക് ചൊരുക്ക് അവള് വന്നിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്. പിന്നെ വിടുവോ ഈ കടയാടി മോളെ തന്തയ്ക്ക് പറക്കാത്ത സാധനം 10-14 ഉണ്ടായ ഈ സാധനത്തിന് ഞാൻ വെറുതെ വിടുവോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഹെഡ്സെറ്റ് വയ്ക്കുക, എന്റെ വായന കൈന്നും പോകും. ഓക്കെ, എനിക്ക് മനസ്സമാധാനം ഉണ്ട് കേട്ടോ ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ. എന്തായാലും സന്തോഷം. സൂപ്പർ സഹോദര, സൂപ്പർ. ഇതുപോലെ തന്നെ വേണം ഇവക്കൊക്കെ മറുപടി കൊടുക്കുക. എന്തിനാണ് ഈ വീട്ടിൽ ഇരിക്കുന്ന തന്തയും തള്ളയും പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കോലവും കെട്ടി ഈ അരുണെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെയും കൈ പിടിച്ചുകൊണ്ട് നീ എന്ന പവിത്രമായ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്? അത് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ മതത്തിൽപ്പെട്ടവർ വിമർശിക്കും. നീ ചിലപ്പോൾ തലയെ തട്ടമിടില്ല, ചിലപ്പോൾ നീ പർദ്ദ ഇടും, ചിലപ്പോൾ നീ തട്ടമിടും. ഇടി നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. അതുകൊണ്ടാണ് ആ സഹോദരൻ പറഞ്ഞത് പല ഉണ്ടായെന്ന് പറഞ്ഞില്ലേ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിൽക്കണം. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് നീ ഹൈന്ദവ മതം സ്വീകരിച്ചിട്ട് നീ ആ പ്രാർത്ഥനയായിട്ട് പൊക്കൂടെ? നിനക്കതല്ലേ നല്ല. ഇവിടെ ആരെങ്കിലും ഇത് ഏതെങ്കിലും മറ്റേ ജിഹാദാന്നും പറഞ്ഞ് ആരും വരത്തില്ല. നീ പോയാൽ അത്രയ്ക്കും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ. പക്ഷേ അവര് നിന്നെ സ്വീകരിക്കാനും തയ്യാറല്ല. കാരണം നിന്നെപ്പോലെ ഇത്ര കടയാടിയായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു വൃത്തികെട്ട കൂതറ സാധനത്തിന് കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അംഗീകരിക്കത്തില്ല. നിന്നെ സ്ത്രീ ഗണത്തിൽ പോലും നിന്നെ ഉൾപ്പെടുത്തത്തില്ല. അപ്പൊ ഇതുപോലെ കുറെ പുഴുത്ത ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂക്ഷിക്കുക. ഇവരെ പോലുള്ള ആളുകളൊന്നും നമ്മുടെ നാടിന് ഒരു ഗുണവുമില്ല, വീട്ടുകാർക്കും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല. പിന്നെ ഇതുപോലെ ചില പ്രവർത്തികൾ ഈ നാട്ടിൽ ചെയ്തു കൊടുത്ത ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി പല പണികളും നടത്തിക്കൊണ്ടിരിക്കുക. എന്താ നമ്മുടെ സഹോദരൻ പറഞ്ഞ പോലെ നൂത്തുവിളൊക്കെ നട റോഡിലേക്ക് വലിച്ചെറിയണം. ഇവിടെ വരെ നിങ്ങളുടെ കമന്റുകൾ ലവറ്റകളുടെ രണ്ടിന്റെയും അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക. ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരൻ തന്നെ. ബൈ.